പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളിതാ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയെ തേടി അമ്മയുടെ പാദപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ആകുലതകളും വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള അമ്മേ, ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരേണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, അങ്ങു ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോനാഥ, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റിത്തരണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരേണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കണമേ. ഞങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റിത്തരണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ കണ്ണീരോടെ ഞങ്ങളുടെ നിയോഗങ്ങൾ അർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. എന്തെന്നാൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ്. അമ്മയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്ന് വരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ തേടി അണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കുകയും അവരുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, കൃപാസനത്തിലേക്ക് കടന്നു വരാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദേവാലയത്തിലൊന്ന് വരുവാനും അമ്മയെ കാണുവാനും അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ആ മക്കളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ. അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി പണിതുയർത്തുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അതിന് യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ. രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. രോഗക്കിടക്കയിലായി പോയവരുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ആക്സിഡന്റ് പറ്റി അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ നിമിഷം അമ്മ അവരിലേക്ക് കടന്നു ചെല്ലണമേ. അങ്ങേ പുത്രൻ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈ മക്കളെയും എഴുന്നേൽപ്പിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ. അവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളുടെ ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കണമേ. അനുയോജ്യമായ ജീവിത സാഹചര്യങ്ങളെ അവർക്ക് ഒരുക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വസ്തുതർക്കം മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണമേ. അതിവേഗം ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ഥാനം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് ജോലിക്ക് പോകാനായി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് നല്ല റിസൾട്ട് കൊടുക്കണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി സ്ഥാനത്ത് എത്തുവാൻ തക്കവിധം അവരെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും വ്യാപിച്ചു വരുന്ന പകർച്ചവ്യാധികളിൽ നിന്നും പനിയുടെ അസ്വസ്ഥതകളിൽ നിന്നും പലവിധ രോഗങ്ങളിൽ നിന്നും ഓരോ മക്കളെയും അമ്മ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ മക്കളുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ICUയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന നിരവധിയായ മക്കളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ തല മുതൽ ഉള്ളം കാല് വരെയും അങ്ങേ പുത്രന്റെ തിരുരക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അമ്മേ മാതാവേ, ഇനിയുള്ള നാളുകളിൽ ഈ ഭൂമിയിലായിരിക്കുന്ന കാലമത്രയും നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു.
അമ്മേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ. അമ്മേ, അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ കുടുംബം പ്രകാശപൂരിതമാകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം മൗനമായി ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിന്റെ മക്കൾ കണ്ണീരോടെ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ല. അമ്മേ, ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പാപികളാണ്, ഏഴകളാണ്, ഞങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. എങ്കിലും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊന്നും നോക്കാതെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.